നമസ്കാരം, ഞാൻ മൃണാൾ. ഇത്രയും മാത്രം ഉണ്ടായിരുന്ന എൻ്റെ ഇലയിലേക്ക് ക്ഷണിക്കാതൊരു അതിഥി കടന്നു വരികയാണ്. നശിപ്പിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഗ്രേവി അല്ലേ, പൊറോട്ടയുടെ മുകളിലല്ലേ. പഴംപൊരി കാണാൻ അത്ര പോരാ അല്ലേ, പക്ഷെ ഇറച്ചി കാണാൻ കൊള്ളാം. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. ചായ തരാമോ? രാവിലെ ഒരു 9 മണിക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതും എല്ലാ ഐറ്റങ്ങളും രാവിലെയാണ് തുറക്കണത് അല്ലേ? രാവിലെ നമ്മൾ 4 മണിക്ക് മുമ്പ് തുറക്കും. ഒരു 2 മണിക്ക് മുമ്പ് തുറക്കും. 4 മണിക്ക് ചായയാവും. പിന്നെ ഞങ്ങൾ നമ്മുടെ കുളിക്കാറൊന്നുമില്ല, കഴിക്കാൻ കൊടുക്കുകയും ചെയ്യും. അതൊക്കെ 4 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ അതിന് മുമ്പായിട്ട് വന്ന് തുറക്കും. ഞങ്ങൾ ചായ കേട്ട് കുടിച്ചുകൊണ്ടങ്ങ് പരിപാടികൾ തുടങ്ങുക. ആഴ്ചയിൽ എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഉണ്ട്. ഞങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ എല്ലാ ദിവസവും ഉണ്ട്. നല്ല നിത്യവും വരുന്നൊരു പുള്ളിയാണ് അപ്പുറത്തിരിക്കുന്നത്. രാവിലെയും വൈകുന്നേരവും വരും. എന്താ ടിക്കറ്റ്? ഇത് വല്ലാത്തൊരു സാധനമാണ്. ബീഫും ഒരു പീസൊന്നും ഇതിൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ചെതറിക്കിടക്കാണ്. എന്നിട്ട് വല്ലാത്തൊരു സ്മോക്കി ഫ്ലേവറാണ്. ഇന്നത്തെ കറി എന്തൊരു സ്മോക്കിനെസ് ആയതെന്നറിയോ? പലരും പറയും വിറകടുപ്പാണ്, മറ്റേതാണ്, മറിച്ചാണെന്നൊക്കെ. പക്ഷെ ഇത് കഴിക്കുമ്പോൾ അത് ഫീൽ ചെയ്യും. തീർന്നുവാണെങ്കിൽ പെട്ടെന്ന് കൊടുക്കാനില്ലെന്നുണ്ടെങ്കിൽ കപ്പയും ചില പരിചയമാക്കും. സിറ്റി ഏരിയൊന്നുമില്ല, ജനിച്ചതല്ല, ഒറ്റപ്പെട്ട ബീഫ് വേവിച്ച് വേവിച്ചിങ്ങനെ വീണ്ടും പിടിച്ച് രാവിലെ അലിയാണ്. വിദേശത്തിലായി ആദ്യമുണ്ട്. ഗ്ലാസ്സിൽ പരിപ്പോടിയിട്ട് പപ്പടം പിടിച്ച് വീടുന്നതിൽ അവരടുക്കുന്ന കണ്ട കൂടവും എല്ലാം പിടിച്ചു അവരാണ് ഇപ്പം ഉണ്ടാകുമ്പോഴത്തേക്ക്. പിന്നെ പാലക്കാട്ട് വേറെ അറബിലും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ നമ്മളെ എത്ര ചെയ്യുമ്പോഴൊന്നും ഞാൻ പറയാനില്ല. ഹലോ, ഇതാണ് ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ഡാർക്കായിട്ടുള്ള ബീഫ്. അതിൻ്റെ ഒരു സ്മോക്കിനെസ് ഉണ്ടല്ലോ.